കാർലോ അഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ്. അവർ കുറേയധികം ടൂർണമെൻറ്റുകളിൽ വൻ പരാജയമായിട്ട് നമ്മളിങ്ങനെ അവരുടെ ഒരു സ്ട്രഗിൾ പീരീഡ് കണ്ടിട്ടുണ്ട്. അവരവസാനമായി 2002 ലോകകപ്പ് അടിച്ചത്. 2019 അവർ അവസാനമായി ഒരു മേജർ ട്രോഫി അടിക്കുന്നത്. അടുത്ത ലോകകപ്പിന് മുമ്പ് ബ്രസീലിനെ കാർലോ അഞ്ചലോട്ടി മാറ്റിപ്പണിയും എന്ന് പറയാൻ സാധിക്കും. ഫ്രണ്ട്ലി മാച്ച് നമുക്കൊന്നും വിലയിരുത്താൻ പറ്റില്ല ശരിക്കും. പക്ഷെ ഇന്നലെ കണ്ട കളി എനിക്കിഷ്ടമായി. കുറേ കൂടി ഒരു ഫ്രീ ആയിട്ട് പണ്ടത്തെ ഒരു ബ്രസീലൊക്കെ കളിക്കണ പോലെ. കൊറിയ അത്ര നന്നായി കളിച്ചില്ല, എന്നാലും ആദ്യത്തെ ഗോളിനുള്ള പാസ്സൊക്കെ ബ്രൂണോ ഗിമാരേഷിന്റെ പാസ്, എസ്റ്റവ, പിന്നെ എസ്റ്റവ ഭയങ്കര ഒരു കളിക്കാരനാണ്. അത് ഇപ്പൊ നെയ്മാർ ഇല്ല എന്ന് കുറെ കാലമായിട്ട് ഇപ്പൊ ബ്രസീൽ ഫാൻസ് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ട്. അതിന് കുറ്റം പറയാനും പറ്റില്ല. എന്താ വെച്ചാൽ നെയ്മാർ ആ ജീനിയസ് ലെവലിൽ വളരെ കുറച്ച് കളിക്കാരേ ഉള്ളൂ. പക്ഷെ ഈ എസ്റ്റവാൻ ആ ലെവലിൽ എത്താൻ കഴിവുള്ള ഒരു കളിക്കാരനാണ്. പിന്നെ അങ്ങനത്തെ കളിക്കാരുള്ളിടത്തോളം കാലം എപ്പോഴും ഒരു ടീമിന് ചാൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സ് ഫാക്ടർ പ്ലേയേഴ്സ് പറഞ്ഞാൽ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ, എസ്റ്റവ, റോഡ്രിഗോ, ബ്രൂണോ ഗിമാരേഷ്, ഇങ്ങനത്തെ ഈ ക്വാളിറ്റി, പിന്നെ ആലിസൺ ഗോൾ കീപ്പർ, ഇങ്ങനത്തെ കളിക്കാരുള്ളപ്പോൾ എപ്പോഴും നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ ഈ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇപ്പോൾ നമ്മൾ ആഞ്ചലോട്ടി വന്ന് ആദ്യ ടീമിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതൊരു മൊത്തത്തിലൊരു അനുഭവ സമ്പത്ത്, പിന്നെ യങ്സ്റ്റേഴ്സ്, അങ്ങനെ മൊത്തത്തിൽ അനുഭവ സമ്പത്തിൻ്റെയും അങ്ങനെ ഒരു ബ്ലെൻഡായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കസമറോയെ തിരിച്ചു വിളിക്കുന്നു, റിച്ചാർലിസനെ തിരിച്ചു വിളിക്കുന്നു. അതായത് അന്ന് തന്നെ എസ്റ്റേവോ ടീമിനകത്ത് ഉണ്ട്. ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ ഇഗോർ ജീസസ് ഉണ്ട്, വെസ്ലി ഉണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന് കുറേയധികം പുതിയ താരങ്ങൾ നന്നായി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ചെറിയ പീരീഡിനുള്ളിൽ സാധ്യമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അല്ല, ഇപ്പൊ ലോകകപ്പിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ പണ്ടത്തെ പോലെ 22 കളിക്കാരല്ല. ഈ 5 സബ്സ്റ്റിറ്റ്യൂട്ട് വന്നതിന് ശേഷം സ്ക്വാഡ് 26 ഉണ്ട്. അപ്പോൾ കുറേം കൂടി കളിക്കാരെ ഒരു കോച്ചിന് നോക്കാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് ഇപ്പോൾ ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി, ഇംഗ്ലണ്ട്, ഇങ്ങനത്തെ ടീമിനുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അവർക്ക് അത്രയും കളിക്കാരുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആരെ നിങ്ങൾ പുറത്തിരുത്തുന്നായിരുന്നു പേടി, ഈ 22 23 ഉള്ളപ്പോൾ. ഇപ്പം 3 കളിക്കാരെയും കൂടി നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും സ്ക്വാഡിൽ. അപ്പോൾ അത്രയും അധികം ഓപ്ഷൻസ് ഉണ്ട് ഒരു കോച്ചിന്. ഈ ബ്രസീലിയൻ ഫുട്ബോളിൽ പൊതുവെ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇപ്പോഴും യൂറോപ്യൻ ഫുട്ബോളിൽ അടക്കി വാഴുന്ന ബ്രസീലിയൻ ഫുട്ബോളിലെ ഒരുപാട് യങ്സ്റ്റേഴ്സ്, ഒരുപാട് കളിക്കാർ. ഇപ്പോൾ കഴിഞ്ഞ ക്ലബ് ലോകകപ്പ് നടക്കുന്ന സമയത്ത് മൊത്തം ടീമുകൾ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് 60ഓളം ബ്രസീലിയൻ താരങ്ങൾ ടൂർണമെൻറ്റിലാകെ കളിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ അവർക്ക് അവരുടെ സീനിയർ ടീമിൽ വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈ കാർലോ അഞ്ചലോട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ അതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. പിന്നെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു പ്രശ്നം കോച്ചിങ് ആയിരുന്നു. ഇപ്പം ഈ വലിയ കളിക്കാരാണ്, വലിയ കളിക്കാരെന്ന് പറഞ്ഞാൽ വലിയ റെപ്യൂട്ടേഷനുള്ള കളിക്കാർ. അപ്പോൾ അതിനനുസരിച്ച് പ്രൊഫൈലുള്ള ഒരു കോച്ച് ഇല്ലെങ്കിൽ കളിക്കാർ കേൾക്കില്ല. ഇപ്പൊ പല കോച്ചുമാർക്ക് ഇപ്പൊ ഗ്രേം പോട്ടർക്കൊക്കെ ചെൽസിയിലെത്തിയപ്പോൾ അതാ പറ്റി. ഇയാൾ ആരാന്ന് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ചില കളിക്കാർക്ക്. അപ്പൊ അത് എപ്പോഴും ഒരു പ്രശ്നം. അത് ഫുട്ബോളിൽ ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല, 20-30 കൊല്ലം മുമ്പ് ഇതൊക്കെ ഉണ്ട്. അപ്പൊ കാർലോ ആൻസലോട്ടിയുടെ അടുത്ത് ആരും നിങ്ങൾ ആരാന്ന് ചോദിക്കാൻ പോലും 5 തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയ കോച്ചാണ്. അപ്പൊ ആർക്കും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല നിങ്ങൾ ആരാ ചോദിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും അതേ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും അതിൻ്റെ കൂടെ കളിക്കാർ പോകും. കഴിഞ്ഞ 4 കളികളിലും 4 ഫോർമേഷനിലൊക്കെയാണ് അദ്ദേഹം ടീമിനെ ഇറക്കിയത്. അതെ, ഇപ്പോഴത്തെ അന്താരാഷ്ട്ര കോച്ചസിന് വലിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ആകെ 5 വിൻഡോയെ കിട്ടുന്നുള്ളൂ. സെപ്റ്റംബർ കഴിഞ്ഞു, ഇപ്പോൾ ഒക്ടോബർ ഇപ്പോൾ ഒരു കളിയും കൂടി ഉണ്ട്, പിന്നെ നവംബർ, മാർച്ച്, ജൂൺ, അത് കഴിഞ്ഞാൽ ലോകകപ്പായി. അപ്പൊ ശരിക്കും ഇനി 6 7 കളിയേ ബാക്കിയുള്ളൂ. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കളിക്കാരെയും നോക്കാൻ പറ്റണം. ഇപ്പൊ ഇന്നലെ അർജന്റീനയ്ക്ക് വേണ്ടി മെക്കാലിസ്റ്റർ ഒന്നും കളിച്ചിട്ടില്ല, പകരം വേറെ കളിക്കാരനാണ് കളിച്ചത്. അപ്പോൾ ഓരോ ടീമിലും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് ബ്രസീലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അർജന്റീനയെ കുറിച്ച് പറയേണ്ടി വരുമല്ലോ. നിലനിർത്താനുള്ള സ്ക്വാഡ് ഉണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇപ്പൊ യൂറോപ്പിൽ നിന്നുള്ള ഒരു ചാലഞ്ച് ഇത്തവണ കുറച്ചും കൂടി ശക്തമായിട്ടുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് സ്പെയിൻ കഴിഞ്ഞ തവണ റെഡി ആയിരുന്നില്ല. ഇത്തവണ സ്പെയിനും ഫ്രാൻസും ഒക്കെ കുറച്ചും കൂടി നല്ല ടീമുകളായിരിക്കും തോന്നുന്നു. പിന്നെ ഇംഗ്ലണ്ട് വളരെ നല്ല ടീമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തോമസ് ടുക്കെൽ ഇതേപോലെ
ആരെയും പേടിയില്ല. എനിക്ക് വേണ്ട കളിക്കാരെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ ജൂഡ് ബെല്ലിംഗമിനെ പുറത്തിരുത്തണമെങ്കിൽ ഞാൻ പുറത്തിരുത്തും. അപ്പൊ അങ്ങനത്തെ കോച്ചസ് വരുമ്പോൾ തീർച്ചയായിട്ടും സാധ്യതകൾ കൂടും. അപ്പോൾ അർജന്റീന എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജയിക്കാൻ ആകെ 5-6 ടീമിനെ സാധ്യതയുള്ളൂ. അതിൽ നമ്പർ 1 അർജന്റീന തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് അവിടെ അമേരിക്കാസിൽ വെച്ച് കളിക്കുന്നു, അവിടുത്തെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട 2 ടീമുകളായിരുന്നു ആണ് തോന്നുന്നു സ്പെയിനും പോർച്ചുഗൽ സാധാരണ ഇങ്ങനെ ഒരു ഭയങ്കര ഹോട്ട് ഫേവറേറ്റുകളായിരുന്നു വരാറില്ല. പക്ഷെ ഇത്തവണ അവർ ഹോട്ട് ഫേവറേറ്റുകളായിട്ട് തന്നെയാണ് വരുന്നത്. സ്പെയിനും അതുപോലെ തന്നെയാണ് എന്നാണ്. രണ്ടും ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള 2 ടീമുകളാണ്. യൂറോപ്പിൽ നിന്ന് 4 ടീമുകളാണ് ഞാൻ കാണുന്നത്. ഒന്ന് സ്പെയിൻ, ഫ്രാൻസ്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്. ജർമ്മനി ഇപ്പൊ കുറച്ചൊന്ന് പിന്നോട്ടാണ്. മറ്റേ മൂസിയാലിന്റെ പരിക്ക് അതിനൊക്കെ ശേഷം അവരുടെ റിസൾട്ട്സ് കുറച്ച് മോശമാണ്. ഈ 4 ടീമിനും പക്ഷെ ജയിക്കാൻ നല്ല സാധ്യതയാണ്. ഇപ്പോൾ പോർച്ചുഗൽ പ്രത്യേകിച്ച് ഇപ്പോഴും ക്രിസ്ത്യാനോ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പെയിനിന് പിന്നെ അവരുടെ ദിവസം ആരെയും തോൽപ്പിക്കാനുള്ള കളിക്കാരുണ്ട്. അത്രയും ഡെപ്തും ഉണ്ട് അവർക്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും കാര്യം പറഞ്ഞ എല്ലാ പൊസിഷനിലും 2 കളിക്കാരുള്ള പോലത്തെ ടീമുകളാണ് അവരും ഫ്രാൻസും ഒക്കെ. പോർച്ചുഗലിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനോയുടെയൊക്കെ ഒരു അവസാന ലോകകപ്പാണിത്. അദ്ദേഹം ഇതോടുകൂടി ഏറെക്കുറെ പടിയിറങ്ങും. അദ്ദേഹത്തിന് ബോബി മാർട്ടിനസ് അധികം അവസരം കൊടുക്കുമോ എന്നുള്ളൊരു സംഗതി. 40 വയസ്സായി. എത്ര എനിക്ക് തോന്നുന്നത് അതനുസരിച്ചിട്ട് ഈ സീസൺ ക്രിസ്ത്യാനോ ക്ലബിന് വേണ്ടി കളിക്കുള്ളൂ. ഇപ്പൊ തന്നെ ഹോർഹെ ജീസസായിട്ട് ആ എഗ്രിമെന്റ് ഉണ്ട്. 25% കളികൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് ലോകകപ്പ് നോക്കിയിട്ട് തന്നെയാണ് തൻ്റെ ബോഡി റെഡി ആയിരിക്കണം അടുത്ത ജൂലൈ ആകുമ്പോഴേക്കുന്നുള്ളതിൽ. പിന്നെ ചുറ്റുമുള്ള അത്രയും നല്ല കളിക്കാരുണ്ട്. ഇപ്പൊ ഒരു അത്ര പ്രധാനമായിട്ടുള്ളൊരു കളി അല്ലെങ്കിൽ ഇപ്പം ഈസി ആയിട്ട് ഗോൺസാലോ റാമോസിനോ ജാവോ ഫെലിക്സിനോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ക്രിസ്ത്യാനോ ഇറങ്ങണമെന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പിന്നെ വന്നാൽ മതി. അപ്പം ആ ഒരു ജോട്ടയുടെ നഷ്ടം വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷെ എന്നിട്ടും കൂടി അവർക്കൊരു 4-5 ഫോർവേഡ്സ് ഉണ്ട്. ബെർണാർഡോ സിൽവ ഉണ്ട്. കുറെ നല്ല അറ്റാക്കിംഗ് കളിക്കാരുണ്ട്. വിറ്റീഞ്ഞ, ജാവോ നെവസ്, ന്യൂനോ മെൻഡസ്. അത് ഭയങ്കര ആ PSG ടീം ശരിക്കും നടത്തേണ്ട പോർച്ചുഗീസ് കളിക്കാരാണ്. ന്യൂനോ മെൻഡസ് എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തെ ഏറ്റവും നല്ല ഫുൾ ബാക്കാണ് ഇപ്പോൾ. വിറ്റീഞ്ഞയും ജാവോ നെവസുമാണ് അവരുടെ മിഡ്ഫീൽഡ് കഴിഞ്ഞ സീസൺ ജയിപ്പിച്ചതെന്ന് തന്നെ പറയാം. വിറ്റീഞ്ഞൊക്കെ ഈ ബാലൻഡിയോർ ലിസ്റ്റിലൊക്കെ വിറ്റീഞ്ഞ 3ാം സ്ഥാനത്തേക്ക് വന്നൊക്കെ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. പക്ഷെ അത് അർഹിച്ചത് തന്നെ ആയിരുന്നു. അതെ, അവർ അത്രയും നന്നായി കളിച്ചിട്ടുണ്ട് PSG വേണ്ടി കഴിഞ്ഞ സീസൺ. ഒരു 2000-ന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പോർച്ചുഗൽ ടീമാണിത്. ഫിഗോ, റൂയി കോസ്റ്റ ആ ടീം. പക്ഷെ അതിൽ ഇത്രയും നല്ല ഫോർവേഡ്സ് ഉണ്ട്. ന്യൂനോ ഗോമസും പിന്നെ ആരാന്ന് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. പക്ഷെ ഇത്രയും ക്രിസ്ത്യാനോന്റെ സ്റ്റാൻഡേർഡ് ഒന്നും അല്ല അപ്പോഴത്തെ സെന്റർ ഫോർവേഡ്സ്. അതാണ് ഈ 2022 ഖത്തർ ലോകകപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഈ ക്രിസ്ത്യാനോ ചുറ്റിപ്പറ്റി കുറേയധികം വിവാദങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറേ സമയം ബെഞ്ചിലിരുത്ത് നമ്മൾ കണ്ടു. അത് വലിയ വിവാദങ്ങൾ വരുത്തിയിരുന്നു. പക്ഷെ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. അവിടെ ഭയങ്കര ചൂടായിരിക്കും ജൂൺ ജൂലൈയില്. അപ്പൊ എന്തായാലും 40 വയസ്സിന്ന് പോട്ടെ, ഏത് കളിക്കാരനായാലും എല്ലാ കളിയും 90 മിനിറ്റ് ഒന്നും കളിക്കാൻ പറ്റില്ല. അപ്പൊ പല കളിക്കാരെയും അവര് പ്രധാനപ്പെട്ട മാച്ചിന് ചിലപ്പോൾ മാക്സിമം 70-80 മിനിറ്റ് കളിപ്പിക്കും. അല്ലാത്ത കളിയിൽ ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് വേണ്ടി വന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. ഇപ്പോൾ പോർച്ചുഗൽ ഒരു കേപ്പ് വെർഡെക്ക് എതിരെയോ അല്ലെങ്കിലും ഒരു ജോർദനെതിരെയൊക്കെ കളിക്കണം, എന്തിനും ക്രിസ്ത്യാനോ ഇറങ്ങണമെന്നുള്ള ചോദ്യം വരും. അതുപോലെ തന്നെ ഈ സ്പെയിനിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അവർ കഴിഞ്ഞ യൂറോ കപ്പ് നേടിയതിന് ശേഷം പിന്നെ അവർ ലോകകപ്പിലേക്ക് അടുക്കുകയാണ്. നാഷൻസ് ലീഗിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ലോകകപ്പിലെ ഏറ്റവും ഹോട്ട് ഫേവറേറ്റുകളായിട്ടായിരിക്കും അവരെത്തുക. ഡലഫോൻ്റെ സൃഷ്ടിച്ചൊരു റവല്യൂഷൻ ഇപ്പോഴും അതിനകത്തുണ്ട്. അവരുടെ സാധ്യതകൾ, ടീം സ്ക്വാഡ് ഡെപ്ത് ഭയങ്കരം തന്നെയാണ്. അത് പിന്നെ ഇത് നേരത്തെ ബ്രസീലിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ എക്സ് ഫാക്ടർ പ്ലേയേഴ്സിൽ ഏത് ടീമിന് ഇപ്പോൾ യമാൽ മാത്രമല്ല, നിക്കോ വില്യംസ് ഉണ്ട്, പിന്നെ മിഡ്ഫീൽഡിൽ പല കളിക്കാരുണ്ട്.
ആ ബേസ് മിഡ്ഫീൽഡിൽ കൺട്രോൾ ചെയ്യാൻ സൂബിമെൻഡി ഉണ്ട്, നല്ല ഡിഫെൻസാണ്, നല്ല ഫുൾ ബാക്ക്. കാർവഹാലൊക്കെ ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ഉഗ്രൻ ഫുൾ ബാക്സ് ആണ്. അപ്പം എല്ലാ പൊസിഷനിലും അവർക്ക് ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു സംശയമുള്ളത് മറ്റേ സെൻറ്റർ ഫോർവേഡ് ഇതിൽ മാത്രമാണ്. പണ്ടത്തെ ഒരു ടോറസിൻ്റെ ഡേവിഡ് വില്ലിയഡോ അല്ലെങ്കിൽ ഒരു ബുട്രഗേനോൻ്റെ റൗളിൻ്റെ സ്റ്റാൻഡേർഡിലൊരു സെൻറ്റർ ഫോർവേഡ് ഇല്ല. കുറെ കാലം ആ പൊസിഷനിൽ മൊറാട്ടയൊക്കെ വെച്ചിട്ട് അതെ, മൊറാറ്റ നല്ല കളിക്കാരനാണ്. പക്ഷെ ഒരിക്കലും ഞാൻ ആ റൗൾ മറ്റേ ആ ഒരു ടോറസ് ആ ഒരു സ്റ്റാൻഡേർഡിലാണെന്ന് പറയില്ല, ഒരിക്കലും അല്ല.